സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. സർക്കാർ 4 വർഷം മുൻപ് അടച്ചുപൂട്ടാൻ ഉത്തരവിറക്കിയ സ്കൂളിനെ നാട്ടുകാർ കൈവിട്ടില്ല. അതിനാൽ കരുവാരക്കുണ്ട് അരിമണൽ ബദൽ സ്കൂൾ ഇന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്വന്തം നാട്ടിലെ LP സ്കൂൾ നിലനിർത്താൻ നിയമ പോരാട്ടം നടത്തുന്നതിനൊപ്പം അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ നാട്ടുകാരുടെ മുന്നിൽ കൈനീട്ടുകയാണ് സ്കൂളിന്റെ നടത്തിപ്പുകാർ. ഇനി പ്രതീക്ഷ മാറിയ സർക്കാരിൽ മാത്രം. 2003 സ്കൂൾ സ്ഥാപിതമായത്. നാട്ടുകാർ പിരിവെടുത്താണ് 20 സെന്റ് സ്ഥലം സ്കൂളിന് വാങ്ങിയത്. പഞ്ചായത്ത് ഫണ്ടും നാട്ടുകാരുടെ സഹായവും ചേർത്ത് 1 കോടിയോളം മുടക്കി 2 കെട്ടിടവും പണിതു. ഒരു സർക്കാർ സ്കൂളിനേക്കാൾ സൗകര്യത്തോടെ സ്കൂൾ പ്രവർത്തനം തുടങ്ങി. 2022 സംസ്ഥാനത്തെ 227 ബദൽ സ്കൂളുകൾ അടച്ചുപൂട്ടാൻ സർക്കാർ ഉത്തരവിറക്കി. സർക്കാർ സ്കൂളുകളുടെ 5 കിലോമീറ്റർ പരിധിയിൽ വരുന്ന സ്കൂളുകളാണ് പൂട്ടിയത്. ഇതിൽ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ മഞ്ഞൾപ്പാറയിലെയും അരിമണലിലെയും 2 ബദൽ സ്കൂളുകളും ഉൾപ്പെട്ടു. ഇതുപ്രകാരം മഞ്ഞൾപ്പാറയിലെ സ്കൂൾ പൂട്ടി. മറ്റു സ്കൂളുകളിലേക്ക് പോകാൻ ഗതാഗത സൗകര്യമില്ലാത്തതിനാൽ അരിമണലിലെ സ്കൂൾ നാട്ടുകാർ നിലനിർത്തി. സ്കൂളിനെ സർക്കാർ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ പഞ്ചായത്തിന് അനുമതി നൽകുക എന്നാവശ്യപ്പെട്ട് കരുവാരക്കുണ്ട് പഞ്ചായത്ത് നേരത്തെ മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും പരിഹാരമായില്ല. പ്രീ പ്രൈമറി അടക്കം 4ാം ക്ലാസ് വരെയായി IT അടക്കം 100ഓളം കുട്ടികൾ ഇപ്പോൾ ഇവിടെ പഠിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ 4 വർഷത്തോളമായിട്ട് ഞങ്ങൾ കേസിന്റെ ഇതിലാണ് നടന്നു പോയിരുന്നത്. ഇനിയിപ്പോൾ പുതിയ കേരള സർക്കാരിലാണ് ഞങ്ങളെ പ്രതീക്ഷയുള്ളത്. ഇപ്പോൾ ഭരണസമിതിയൊക്കെ നമ്മളെ കരുവാരുണ്ട് ഭരണസമിതിയൊക്കെ അതിന് നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ 100ഓളം കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അധ്യാപകരുണ്ട്. ഇപ്പോൾ അധ്യാപകർക്ക് ശമ്പളം ഒന്നുമില്ല. ക്ലബ്ബും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ കൈകോർത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയൊരു സർക്കാർ, പുതിയ വന്ന സർക്കാർ ഞങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കുകയും അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എന്താണ് എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പുമായൊക്കെ ആലോചിച്ച് ചെയ്യാമെന്നുള്ളൊരു വാഗ്ദാനം നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വലിയൊരു താമസമില്ലാതെ വിദ്യാഭ്യാസ മന്ത്രിനെയൊക്കെ കണ്ടുകൊണ്ട് ഇതിനൊരു പോമായി ഞങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. 6 അധ്യാപകരും 1 ഹെൽപ്പറും ഇവിടെ ജീവനക്കാരായുണ്ട്. ഓരോ മാസവും ഭീമമായ തുക ശമ്പളത്തിനായി നാട്ടുകാർ കണ്ടെത്തണം. താഴ്ന്ന വരുമാനക്കാരും പാവപ്പെട്ട കുട്ടികളുമായ ഇവർക്ക് 5 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള സ്കൂളിലേക്ക് പോകാൻ വാഹന സൗകര്യവുമില്ല. 4 അധ്യാപകരെയും സർക്കാർ നിയമിച്ചു, ശമ്പളവും നൽകി. അടച്ചുപൂട്ടാനുള്ള ഉത്തരവിറങ്ങിയതോടെ അധ്യാപകരെ സർക്കാർ മറ്റു സ്കൂളുകളിലേക്ക് മാറ്റി. 2022 ജൂൺ മുതൽ പുതിയ അധ്യാപകരെ നിയമിച്ചതും ശമ്പളം കൊടുക്കുന്നതും നിലവിൽ നാട്ടുകാരാണ്. കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം.